ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും, നമ്മളിന്ന് ചെയ്യുന്നത് ചിരട്ട ചായയാണ്. ഇപ്പോൾ യൂട്യൂബിലും ടിക്ടോക്കിലും ഒക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ചിരട്ട ചായ. തന്തൂരി ചായ പോലെ തന്നെ ചെയ്തെടുക്കുന്ന ഒന്നാണ്. വ്യത്യാസം നമ്മളിത് ചിരട്ടയിലാണ് ചെയ്തെടുക്കുന്നത് എന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ചിരട്ടയിലായതുകൊണ്ട് തന്നെ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഒക്കെ അറിയാനായിട്ട് എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണണം. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ ഒരു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ആദ്യം വേണ്ടത് ചിരട്ടയാണ്. ഞാൻ ഇതിനായിട്ട് തന്നെ പൊട്ടിച്ചെടുത്തൊരു ചിരട്ടയാണിത്. അപ്പോൾ ഇതുപോലെ ക്ലീൻ ചെയ്തെടുത്തില്ലെങ്കിലും ഇതിൻ്റെ പുറത്തുള്ള കുറച്ച് നാരൊക്കെ നമ്മളൊന്ന് കളഞ്ഞെടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ അടുപ്പിൽ വെക്കുന്ന സമയത്ത് അതിലേക്ക് തീ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തൊരു കത്തി കൊണ്ടങ്ങനെ ഒന്ന് ചുരണ്ടിക്കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഉള്ളിൽ തേങ്ങയുടെ അംശം ഒട്ടും ഉണ്ടാകരുത്. നന്നായിട്ട് ഉൾഭാഗം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം, ഒന്ന് കഴുകിയെടുക്കാം. തേങ്ങയുടെ അംശം ഉണ്ടെങ്കിൽ എണ്ണച്ചവ ഉണ്ടാകും. പിന്നെ വേണ്ടത് കണ്ണില്ലാത്ത ഈ ഒരു ഭാഗമാണ് നമ്മൾ എടുക്കേണ്ടത്. കണ്ണുള്ള ഭാഗം എടുക്കരുത്, കണ്ണില്ലാത്ത ചിരട്ട വേണം എടുക്കാൻ. പിന്നെ കുറച്ച് വലുപ്പത്തിലുള്ള ചിരട്ട എടുക്കണം, കാരണം ഒരു ഗ്ലാസ് ചായ അതിലേക്ക് കൊള്ളണം. അത് തിളച്ച് പൊങ്ങി വരാനുള്ളൊരു സ്പേസ് ഒക്കെ ഉള്ള രീതിയിൽ കുറച്ച് വലുപ്പമുള്ളൊരു ചിരട്ട എടുക്കുന്നതായിരിക്കും നമുക്ക് ചായ ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പം. പിന്നെ വേണ്ടത് ഇതുപോലെ ഒരു വലിപ്പമുള്ളൊരു പാത്രമാണ്. നമ്മൾ ആ ചായ തിളച്ച് പൊങ്ങി വരുമ്പോൾ അതൊന്ന് എടുത്ത് വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് വലിപ്പമുള്ളൊരു പാത്രവും കൂടി വേണം. അപ്പോൾ നമുക്ക് ചായ ഉണ്ടാക്കാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ആദ്യം ചിരട്ടയിലേക്ക് എടുക്കാം. ഇനി ആ സ്റ്റൗ ഒന്ന് കത്തിച്ച ശേഷം ചിരട്ട അതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ സ്റ്റൗ നമ്മൾ കത്തിച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചിരട്ട വെച്ച് കൊടുക്കാൻ, ഹൈ ഫ്ലെയിമിൽ ഇടരുത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം അതാണ്. ചിരട്ടയിലിരിക്കുന്ന വെള്ളത്തിൻ്റെ ലെവലിന് താഴെയോ അല്ലെങ്കിൽ ആ ഒരു വെള്ളത്തിൻ്റെ ലെവലിനൊപ്പമോ മാത്രമേ ഫ്ലെയിം ഉണ്ടാവാൻ പാടുള്ളൂ. അതിൻ്റെ മുകളിലേക്ക് ഫ്ലെയിം ആയിക്കഴിഞ്ഞാൽ ചിരട്ടയുടെ സൈഡിലൊക്കെ തീ പിടിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ആവശ്യം എന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒരു ഏലക്ക ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള തേയില കൂടി ഇട്ട് കൊടുക്കാം. ഷുഗർ ഈ സമയത്ത് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനപ്പോൾ പാല് സെപ്പറേറ്റ് ഷുഗർ ചേർത്ത് തിളപ്പിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് ഇതിലേക്ക് ഇപ്പോൾ ഷുഗർ ഇടുന്നില്ല. ഞാൻ ഓൾറെഡി പാലിൽ നമ്മൾ പഞ്ചസാര ഇട്ട് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ആ തേയിലയുടെ കടുപ്പം വെള്ളത്തിലോട്ടൊന്ന് ഇറങ്ങണം. ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഞാൻ ആ പാത്രം എടുത്ത് അടുത്തേക്ക് വെച്ച് കൊടുക്കുകയാണ്. കാരണം നമ്മൾ പാലൊഴിച്ചിട്ട് ഇത് തിളച്ച് പൊങ്ങുമ്പോൾ പെട്ടെന്ന് എടുത്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് അടുത്തേക്ക് ആ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് കടുപ്പം ഇറങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി പാല് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, നല്ല കടുപ്പമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ഇട്ട പാലാണ്, അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ആ ഒരു മുക്കാൽ ഭാഗത്തോളമാണ് നമ്മുടെ ചായ വന്ന് നിൽക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് ചായ തിങ്ങി നിന്ന് കഴിഞ്ഞാൽ, നിറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ തിളച്ച് പെട്ടെന്ന് തൂവി അടുപ്പിലൊക്കെ വീഴും. അപ്പോൾ ഈ ഒരു ലെവലിൽ ചായ നിൽക്കുന്നതാണ് നല്ലത്, തിളച്ച് തൂവാതിരിക്കാൻ. അപ്പോൾ ഇത് ജസ്റ്റ് തിളയ്ക്കാനായിട്ട് ഒരു തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് തന്നെ നമ്മളൊരു ക്ലിപ്പ് അല്ലെങ്കിൽ ഒരു പ്ലക്കർ വെച്ചിട്ട് അതൊന്ന് പിടിച്ചിട്ടുണ്ടായിരിക്കണം. ചിരട്ട നല്ല ചൂടായിരിക്കും, അപ്പോൾ കൈ കൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു പ്ലക്കർ ഉപയോഗിച്ചിട്ട് അതൊന്ന് പിടിച്ചിട്ടുണ്ടായിരിക്കണം. കാരണം നന്നായിട്ട് പതഞ്ഞ് അങ്ങനെ പൊങ്ങി വരുമ്പോൾ തന്നെ നമുക്ക് എടുത്തിട്ട് ആ ഒരു വലിയ പാത്രത്തിലോട്ട് മാറ്റി പിടിക്കാനുള്ളതാണ്. അപ്പോൾ ഇത് തിളച്ച് പൊങ്ങി വന്നിട്ടുണ്ട്, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ആ ഒരു പാത്രത്തിലോട്ട് ഞാൻ മാറ്റി പിടിച്ചു. അപ്പോൾ അത് തിളച്ച് തൂവി ആ ചിരട്ടയിൽ കൂടി ഫുള്ള് തിളച്ച് തൂവിയിട്ട് വീഴുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ചായയാണ്. ആ ഒരു ചിരട്ടയുടെ ആ ഒരു ഫ്ലേവർ കൂടിയൊക്കെ ഇറങ്ങിയിട്ടുള്ള നല്ല ടേസ്റ്റുള്ളൊരു ചായയാണ്. വീട്ടിൽ ചിരട്ട എല്ലാവരുടെയും വീട്ടിലുണ്ടാവും. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. സാധാരണ കുടിക്കുന്ന ചായയിൽ നിന്നും ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. തന്തൂരി ചായ പോലെയല്ല, അതൊരു മണ്ണിൻ്റെ ഒരു ഇത് വെച്ചിട്ടുണ്ടാക്കുന്നതാണ്. പക്ഷേ ഇത് ചിരട്ടയിലാവുമ്പോൾ ആർക്കും ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റും. എനിക്ക് പറ്റിയ അബദ്ധവും കൂടി ഞാൻ കാണിക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ. ആദ്യം ഞാനത് തിളച്ച് പൊങ്ങിയപ്പോൾ തന്നെ എടുത്ത് പാത്രത്തിലേക്ക് മാറ്റി പിടിച്ചു. പക്ഷെ അത് തിളച്ച് തൂവിയതൊന്നുമില്ല. കാരണം ഒന്ന് ഞാൻ എടുത്തിരിക്കുന്നത് പച്ച ചിരട്ടയാണ്, പിന്നെ ഒന്ന് ആ ചിരട്ട മുകളിലേക്ക് ചൂടായിട്ടും ഉണ്ടായില്ല. അപ്പം കുറച്ച് തീ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ചൂടാക്കിയ ശേഷം രണ്ടാമത് വീണ്ടും എടുത്ത് വെച്ചു. എന്നിട്ടും തിളച്ച് തൂവിയിട്ടുണ്ടായില്ല. അപ്പോൾ തിളച്ച് തൂവണം എന്ന് നിർബന്ധമൊന്നും ഉണ്ടായിട്ടല്ല, ഇങ്ങനെ തന്നെ ഇരുന്നാലും ചായ ഓക്കെയാണ്. പക്ഷെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഒരു ലുക്കിന് വേണ്ടിയിട്ടും കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടും ഒക്കെ അത് തിളച്ച് തൂവുന്നത് തന്നെയാണ് അതിൻ്റെ ഒരു രസം.
അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും മൂന്നാമത് ഞാൻ വീണ്ടും നല്ല തീയിൽ വെച്ച് ചിരട്ട നന്നായിട്ട് ചൂടാക്കി ഒന്നും കൂടി നന്നായിട്ട് തിളച്ച ശേഷം മാത്രമാണ് അത് അതുപോലെ തിളച്ച് തൂവി വന്നത്. അത് പച്ച ചിരട്ട ആയതുകൊണ്ടാണ് അങ്ങനെയെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് ഉണങ്ങിയ ചിരട്ടയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചിരട്ട ഫുള്ളായിട്ട് ചൂടായി കിട്ടും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. തിളച്ച് തൂവണം എന്ന് നിർബന്ധം ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു വലിപ്പമുള്ള പച്ച ചിരട്ട എടുത്തിട്ട് ചെയ്താൽ മതി. അതിൻ്റെ ഉള്ളിൽ തന്നെ തിളച്ച് റെഡിയായി നമുക്ക് കിട്ടും. ഉണങ്ങിയ ചിരട്ടയാണെങ്കിൽ അതേപോലെ വലിപ്പം കുറഞ്ഞ ചിരട്ടയാണെങ്കിലും അത് പെട്ടെന്ന് തന്നെ തിളച്ച് തൂവി കിട്ടിക്കോളും. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.